ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു. ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം, കൺസൾട്ടന്റ് ഫിസിഷ്യൻ, ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ. ഡോക്ടർ വിഷ്ണുപ്രിയ, കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ, തിങ്കൾ മുതൽ ശനി വരെ, വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെ. ബുക്കിംഗ് നമ്പർ 8547024222. ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ, വാഴാനി റോഡ്, ഓട്ടുപാറ. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ ഭക്ഷ്യവിഷബാധയുണ്ടായ സാഹചര്യത്തിൽ AC മൊയ്തീൻ MLA സ്കൂളിൽ സന്ദർശനം നടത്തി. പ്രധാന അധ്യാപിക AK സുജിനി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AK ടോണി, AEO A മൊയ്തീൻ എന്നിവരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ MLA ആരോഗ്യ വകുപ്പിന്റെ റിപ്പോർട്ടുകൾ പരിശോധിച്ചു. നിലവിൽ ആശങ്കയ്ക്ക് ഇടയില്ലെന്നും വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ചികിത്സാ ചെലവിലേക്ക് സാമ്പത്തിക സഹായം ആവശ്യമുള്ളവർക്ക് അത് നൽകുവാൻ ജില്ലാ ഭരണകൂടവും വിദ്യാഭ്യാസ മന്ത്രിയുമായി സംസാരിക്കുമെന്നും MLA അറിയിച്ചു. എരുമപ്പെട്ടി ഗവൺമെൻറ് LPSലെ ചില കുട്ടികൾക്ക് ശാരീരിക അസ്വസ്ഥ ഉണ്ടാവുകയും വയറിളക്കം പോലുള്ള പനിയും അതുപോലുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് സ്കൂൾ അധികൃതരും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അധികൃതരും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിൻ്റെയും എല്ലാം ഇടപെടൽ അടിയന്തരമായിട്ടുണ്ടായി. കുട്ടികളെ ചികിത്സയ്ക്ക് പ്രവേശിക്കേണ്ടവരെ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ചിലർ ചികിത്സ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 12 കുട്ടികൾ ഇപ്പോഴും ചികിത്സ തേടി വിവിധ ആശുപത്രികളിലുണ്ട്. അവരൊന്നും സ്ഥിതി ഗുരുതരമല്ല എന്നാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ചെറിയ കുട്ടികളായതുകൊണ്ട് സ്വാഭാവികമായി രക്ഷിതാക്കൾക്ക് വലിയ ഉത്കണ്ഠയുണ്ട്. പക്ഷേ ഉത്കണ്ഠയ്ക്ക് അടിസ്ഥാനമില്ല എന്നാണ് അഡ്മിറ്റ് ചെയ്ത ആശുപത്രികളിലെ ബന്ധപ്പെടലിൽ നിന്നും മനസ്സിലായിട്ടുള്ളത്. കാരണം എന്താണെന്ന് പൂർണ്ണമായി ഇപ്പോൾ വിശദീകരിക്കാനാവില്ല. പക്ഷേ ഇതിന് ഇടയുണ്ടാകുന്ന എല്ലാ സാഹചര്യങ്ങളും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഇവിടെ ആവശ്യമായ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എല്ലാ ആളുകളും പറയുന്നത്. ഭക്ഷ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇതൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ പരിശോധനയുടെയൊക്കെ റിസൾട്ട് വരുന്ന മുറയ്ക്ക് നമുക്ക് അത്യാവശ്യമായ മുൻകരുതൽ എല്ലാ സ്ഥലത്തും സർക്കാർ സ്വീകരിച്ചതാണ്. ഇനിയും എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് തടസ്സമില്ല. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, മെമ്പർമാരായ NP അജയൻ, ES സുരേഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ MK സുരേഷ് ബാബു, സ്കൂൾ സമിതി ഭാരവാഹികളായ PT സുശാന്ത്, AU മനാഫ്, VK ജയലക്ഷ്മി എന്നിവരും സന്നിഹിതരായിരുന്നു. VCV ന്യൂസ്, എരുമപ്പെട്ടി. You are watching VCV News.